ആൻഡമാൻ കടലിൽ പ്രകൃതിവാതകം കണ്ടെത്തി. കിഴക്കൻ ആൻഡമാൻ ദ്വീപുകളുടെ തീരത്ത് നിന്ന് ഏകദേശം 17 കിലോമീറ്റർ ഉള്ളിലാണ് ഈ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബസന്ത് വിവരങ്ങളാണ്. ബസന്ത്, വളരെ വലിയ തോതിലുള്ള പര്യവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിൽ ഇത്തരം സാധ്യതകൾ തേടിയുള്ള അന്വേഷണം. ഇപ്പോൾ ഇതെങ്ങനെയാണ്, എത്ര വലിയ നിക്ഷേപം എന്നാണ് തിരിച്ചറിയാൻ കഴിയുന്നത്? എത്രത്തോളം വേഗത്തിൽ നമുക്കതിൻ്റെ അത് ഉപകരിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തുമെന്നാണ് കണക്കാക്കുന്നത്? സുവീഷ്, 87% മീഥെയിൻ കണ്ടെത്തിയിട്ടുള്ളത്, 7അല്ല. ഈ പ്രകൃതിവാതകത്തിന്റെ അതിന്റെ സാമ്പിളുകൾ കാക്കിനാടയിൽ പരിശോധിച്ച ശേഷം 87% മീഥെയിൻ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 17 കിലോമീറ്റർ അകലെയാണ്, അതായത് കിഴക്കൻ ആൻഡമാൻ ദ്വീപുകളിൽ നിന്നും 17 കിലോമീറ്റർ അകലെയുള്ള ഒരു മേഖലയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. 295 മീറ്റർ താഴെയാണ് ഈ പ്രകൃതിവാതകത്തിന്റെ ഉള്ളത്. ഈ ബസ്സെന്നാണ് വിവരങ്ങൾ നൽകിയത്. പ്രകൃതിവാതക നിക്ഷേപം വലിയ തോതിൽ കണ്ടിരിക്കുന്നു. 87% മീഥെയിൻ അടങ്ങിയതാണ് വാതകമെന്നതാണ് പെട്രോളിയം മന്ത്രി HS പുരി അറിയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന വലിയ തോതിലുള്ള ഒരു നിക്ഷേപമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമാണ് അതിൻ്റെ നടപടികളൊക്കെ, അത് കൃത്യമായ ഒരു ഖനനം നൽകുന്ന നടപടികളിലേക്കൊക്കെ പോകണമെങ്കിൽ അതിൻ്റെതായ സമയമെടുക്കും. പക്ഷേ പ്രതീക്ഷ പകരുന്ന ഒരു വാർത്തയാണ്. വലിയ തോതിലുള്ള പ്രകൃതിവാതക നിക്ഷേപം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപത്ത് കണ്ടെത്തിയിരിക്കുന്നതാണ്.